ആർട്ടിമിസ് 2 ദൗത്യത്തിന് റോക്കറ്റ് ഇന്ധനത്തിൽ നിറയ്ക്കൽ പൂർത്തിയായിട്ടുണ്ട്. ഇന്ധന ടാങ്കിലേക്ക് മർദ്ദം ക്രമീകരിക്കുന്ന പ്രക്രിയ തുടരുകയാണ്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണത്തറയിൽ നിന്ന് SLS റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പുലർച്ചെ ഏതാണ്ട് 3:54 ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. Some family and friends downstairs. Commander Reed Weissman, pilot Victor Glover, mission specialist Christina Cook, and Jeremy Hansen. Looking excited, ready. Now in that elevator to take them 3 floors down. Thumbs up, one more photo. Oh, nope, a couple more people in that elevator. Those are important folks. They're going with them to the pad. Yeah, this is a fun elevator ride. Yeah. സയൻസ് ഡെസ്ക് ഇന്ന് പ്രജിൻ സി കണ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രജിൻ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം. ഏതാണ്ട് 54 വർഷത്തിന് ശേഷം ഒരു ചാന്ദ്ര ദൗത്യത്തിന് ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിന്റെ അതിന്റെ രണ്ടാം ഘട്ടമായ ദൗത്യം ആർട്ടിമിസ് 2 എവിടെ വരെയായി ഒരുക്കങ്ങൾ, എന്താണ് പ്രതീക്ഷ? ദിൽന പറഞ്ഞതുപോലെ 3:54 പുലർച്ചെ 3:54 ആ ചരിത്ര ദൗത്യത്തിന്റെ ആ നിമിഷം. അതിനായുള്ള കാത്തിരിപ്പിലാണ് ശാസ്ത്രലോകം അല്ലെങ്കിൽ ഭൂലോകം ഒന്നാകെ കാത്തിരിക്കുന്നത്. കാരണം നമ്മൾ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ്. നമ്മൾ ചന്ദ്രനിലേക്ക് പോകുന്നു, വരൂ എന്നാണ് നാസ വളരെ ആലങ്കാരികമായി ഈ മുഹൂർത്തത്തെ വിശേഷിപ്പിക്കുന്നത്. ആ രീതിയിൽ വലിയ ഉത്സവമാക്കി മാറ്റുകയാണ് ശാസ്ത്രലോകം ഒന്നാകെ ഈ ഒരു നിമിഷത്തെ. 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യർ പോകുന്നു. ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നില്ല, പക്ഷേ ചന്ദ്രനെ ചുറ്റി തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരു മിഷനാണ് നടക്കാൻ പോകുന്നത്. ഒരു ടെസ്റ്റ് മിഷനാണ് ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ഈ ദൗത്യം. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആദ്യം പറയാം. ചൊവ്വയിൽ മനുഷ്യർക്ക് ഒരു പുതിയ താവളം ഉണ്ടാക്കണം. ഒരുപക്ഷെ മനുഷ്യരാശി ഇനി ഭൂമിയിൽ മാത്രം നിന്നാൽ പോരാ, അത് മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന നേരത്തെയുള്ള സ്വപ്നങ്ങൾ അത് സഫലമാകാൻ പോകുന്നു. 2040 ചൊവ്വയിൽ ഒരു താവളം സൃഷ്ടിക്കാൻ മനുഷ്യർ ഒരുങ്ങുകയാണ്. അതിനു മുൻപായി ഒരു ഇടത്താവളം എന്ന നിലയിൽ ചന്ദ്രനെ പരിഗണിക്കുന്നു. അവിടെ ആദ്യം ഒരു താവളം ഉണ്ടാക്കുക, അവിടെ നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന വിധം അതിനെ മാറ്റിയെടുക്കുക എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ഈ ദൗത്യം. 2030 ആർട്ടിമിസ് 4 എന്ന് പറയുന്ന ദൗത്യം നടത്തും. അതിലായിരിക്കും മനുഷ്യർ വീണ്ടും ചന്ദ്രനിൽ ഇറങ്ങുക. അതിന് മുന്നോടിയായുള്ള ഒരു ടെസ്റ്റ് മിഷൻ ആയിട്ടാണ് ഇതിപ്പോൾ നടത്താൻ പോകുന്നത്. അതിനുള്ള ആ വെഹിക്കിൾ പോകുന്ന സമയത്ത് മനുഷ്യർക്കുണ്ടാകുന്ന 4 പേരാണ് നമ്മുടെ പ്രതിനിധികളായി ചന്ദ്രനിലേക്ക് പോകുന്നത്. അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് പഠിക്കുക. ഒപ്പം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ മനുഷ്യർക്ക് പകർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ദൃശ്യങ്ങൾ, അത് ചന്ദ്രന്റെയും തിരികെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയുടെയും കാഴ്ചകൾ അത് കൃത്യമായി പകർത്തുക. ഇതൊക്കെ ലക്ഷ്യമിടുന്നുണ്ട് എന്തായാലും ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ഈ ചരിത്ര ദൗത്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് നാസ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. 4 പേർ നമ്മുടെ പ്രതിനിധികളായി, മനുഷ്യരുടെ പ്രതിനിധികളായി ചന്ദ്രനിലേക്ക് പോകുന്ന 4 പേരാണ് അവർ ഇപ്പോൾ സൂട്ടൊക്കെ ധരിച്ച് ഇപ്പോൾ കെനഡി സ്പേസ് സെന്ററിലെ 39B എന്ന് പറയുന്ന ആ ലോഞ്ച് പാഡിലേക്കുള്ള യാത്രയിലാണ്. പ്രത്യേകം ഒരുക്കിയ ഒരു വാഹനത്തിൽ അവരിപ്പോൾ യാത്ര ചെയ്യുകയാണ്. അല്പസമയം മുൻപ് അവിടെ കൂടിച്ചേർന്ന മാധ്യമപ്രവർത്തകരെയൊക്കെ കണ്ട ശേഷമാണ് അവരിപ്പോൾ ആ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ആസ്ട്രോനോട്ടാണ് റീഡ് വൈസ്മാൻ. നാസയുടെ ആസ്ട്രോനോട്ടാണ്. മറ്റൊന്ന് ഈ മിഷന്റെ പൈലറ്റായ വിക്ടർ ഗ്ലോവർ ആണ്. അദ്ദേഹവും നാസയുടെ ആസ്ട്രോനോട്ടാണ്. മറ്റൊന്ന് ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്ന വനിതയാണ്. അതിനു മുൻപ് ഒരു പ്രത്യേകത, ആദ്യമായിട്ടാണ് ഒരു വനിത ചന്ദ്രനിലേക്കുള്ള ഒരു മിഷനിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി 4മത്തെ ആളാണ് ജെറമി ഹെൻസ്. അദ്ദേഹം കനേഡിയൻ ആയിട്ടുള്ള ആസ്ട്രോനോട്ടാണ്. അങ്ങനെ 3 നാസയുടെ ആസ്ട്രോനോട്ടും ഒരു കനേഡിയൻ ആസ്ട്രോനോട്ടും ചേർന്നാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അവർ വിക്ഷേപണത്തറയിലേക്ക് പോകുന്നു. അവിടെ അവരെ കാത്തിരിക്കുന്നത് ഒരു ജയന്റ് റോക്കറ്റാണ്. SLS എന്ന് നേരെ ദിലിനെ സൂചിപ്പിച്ചു. സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന SLS എന്ന റോക്കറ്റിലാണ് ഈ വിക്ഷേപണം നടക്കാൻ പോകുന്നത്. ഈ 4 പേരെയും വഹിക്കുന്ന പേടകത്തിന്റെ പേര് ഒറൈൻ എന്നാണ്. 4 പേർക്ക് കൃത്യമായി ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പേടകമാണത്. ആ പേടകത്തെ വഹിച്ച് മുകളിലോട്ട് കുതിക്കാൻ പോകുന്നത് SLS എന്ന് പറയുന്ന ഒരു വലിയ ഭീമൻ റോക്കറ്റാണ്. ഏതാണ്ട് ഒരു വലിയ ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള, അത്രയും നീളമുള്ള ഒരു വലിയ റോക്കറ്റാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലേക്കുള്ള ഇന്ധന നിറയ്ക്കൽ പ്രക്രിയയെല്ലാം പൂർത്തിയായി. മർദ്ദവ്യത്യാസങ്ങളില്ലാതെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് നാസ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പേടകത്തിലേക്ക്, ഒറൈനിലേക്ക് ഈ 4 പേരും വരിക, പിന്നീട് കാത്തിരിക്കുക. 3:54
കൃത്യമായി അതിന്റെ കൗണ്ട് ഡൗൺ അവസാനിക്കും. ആ സമയത്ത് വീക്ഷണത്തറയിൽ നിന്ന് കുതിച്ചു വരിക, ഇതാണ് മുന്നിലുള്ള ദൗത്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ സഞ്ചരിക്കുന്ന ഈ ദൂരമാണ്. ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് മനുഷ്യർ സഞ്ചരിക്കുന്ന ഏറ്റവും അകലേക്ക് ഇവർ സഞ്ചരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 4 ലക്ഷം കിലോമീറ്റർ അകലേക്കാണ് ഭൂമിയിൽ നിന്നും ഈ 4 പേർ സഞ്ചരിക്കാൻ പോകുന്നത്. തിരികെ മടങ്ങി ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ഒരു 11.5 ലക്ഷം കിലോമീറ്റർ ഇവർ പിന്നിടും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഭൂമിയിലേക്ക് ഉയർന്ന ശേഷം ഭൂമിയെ 2 തവണ വലം വെച്ച ശേഷമാണ് ചന്ദ്രനിലേക്കുള്ള യാത്ര നടത്തുക. നമ്മൾ ഊഹിക്കേണ്ട ഒരു ദൂരപരിധി കൂടിയുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമുക്കറിയാം, നമ്മുടെ ശുഭാംശു ശുക്ലയൊക്കെ കഴിഞ്ഞ തവണ പോയി മടങ്ങി വന്ന സ്ഥലമാണ്. അത് ഈ ഭൂമിക്ക് മുകളിൽ ഏതാണ്ട് 400 കിലോമീറ്റർ അകലെ മാത്രമാണ്. പക്ഷേ ചന്ദ്രൻ എന്ന് പറയുന്നത് 4 ലക്ഷം കിലോമീറ്റർ അകലെ, അല്ലെങ്കിൽ 3.84 കിലോമീറ്റർ അകലെയാണ്. നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യം. ആ ദൗത്യത്തിനാണ് 4 അംഗ സംഘം പുറപ്പെടുന്നത്. കൃത്യം 3:54 വിക്ഷേപണം നടക്കും. 3:15 മുതൽ 24-ൽ ഇതിന്റെ തത്സമയ സംപ്രേഷണമുണ്ട്. പ്രേക്ഷകർ കാണുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.